പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് ചെറിയ ചെറിയ വാർത്തകൾ ഈ ബ്രേക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്, ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട്. അതായത് കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് സന്തുഷ്ടനല്ല. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ആദ്യം തന്നെ ഒറ്റ വാക്കിൽ പറയാം, അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത. അതായത് എവിടെ നിന്ന് ഈ വാർത്ത വന്നിരിക്കുന്നു, വാർത്ത കൊടുത്തിരിക്കുന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് രണ്ട് പാർട്ടിക്കാർ കാലാകാലങ്ങളായി വലിയ ജോലിയൊന്നും എടുക്കാതെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. അപ്രതീക്ഷിതമായി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം മുഴുവൻ ഒരു മുന്നേറ്റമുണ്ടാവുകയും അതിന്റെ ഒരു ഇളക്കം കേരളമൊട്ടാകെ ഉണ്ടാവുന്നു. അതിൽ കൊല്ലവും പെടും. അപ്പോൾ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോൾ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളും വളരെ മുന്നേറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ആദ്യ ദിവസം തന്നെ ജില്ല സംഘടിപ്പിച്ച, നിങ്ങൾക്കെല്ലാം എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് എന്റെ ഇടതുവശത്തിരിക്കുന്നത്, ഈ ജില്ലാ നേതൃത്വം, ഈ ജില്ലയുടെ നായകനാണ്, ജില്ലാ പ്രസിഡന്റാണ് ശ്രീ ബി ഗോപകുമാർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു റാലി സംഘടിപ്പിച്ചു. നിങ്ങളും ഇത് കണ്ടതാണ്. ഇരു മുന്നണികളും, അതായത് ഒരാൾ സിറ്റിംഗ് MP ആണ്, ഒരാൾ സിറ്റിംഗ് MLA ആണ്, നടനും കൂടിയാണ്. അവർക്ക് പോലും നടത്താൻ കഴിയാത്ത അത്ര ജനപങ്കാളിത്തത്തോടെ, വൻ വിജയത്തോടെ ഇവിടെ റാലി നടത്തി. അത് കഴിഞ്ഞുള്ള മുന്നേറ്റവും കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എതിർ ക്യാമ്പുകളിൽ ഒരു പരാജയ ഭീതി മണത്തു തുടങ്ങുമ്പോൾ ഇത്തരം ചീപ്പ് അടവുകൾ എടുക്കും. അതിന് നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നതിന് കാരണം, ഞാനും ഒരു കാലത്ത്, അന്ന് ദൂരദർശൻ മാത്രമുള്ള കാലത്ത്, അവിടുത്തെ ഒരു റിപ്പോർട്ടറും ന്യൂസ് റീഡറും അനൗൺസറും ഒക്കെ ആയിട്ട് ഇതേപോലെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കെതിരെയാണ് നിങ്ങളിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിനെ ജനം വേറെ രീതിയിൽ പറയുന്നു, നമുക്ക് വാർത്താ ദാരിദ്ര്യമുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ വരുത്തി തീർക്കരുത്. നമുക്ക് വാർത്തകളുണ്ട്, ഇഷ്ടം പോലുണ്ട്, നന്മയുള്ള വാർത്തകളുണ്ട്. ഇത്തരം വ്യാജ വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. മാത്രവുമല്ല, കൊല്ലത്ത് സംഘ കുടുംബത്തിന്റെ ഒരു വലിയ ചർച്ച 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. കാരണം കൊല്ലം ജില്ലയിൽ ഒരു വിജയസാധ്യത, അതായത് സ്ഥാനാർത്ഥിത്വം അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്ത ദിവസം തന്നെ BJP 2ാം സ്ഥാനത്തെത്തി എത്തുകയും ഇതൊരു A ക്ലാസ് മണ്ഡലമാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് അവരോട് ഒന്നും തോന്നുന്നില്ല ഇത് പറഞ്ഞവരോട്. കാരണം അവരിത്രയും നാൾ വിജയിച്ച് നിന്നവർക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്? കാരണം പരാജയ ഭീതി മുന്നിൽ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വരി, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ട്രാപ്പിൽ വീഴരുത്. കാരണം TRPയും ചാനലുകളും തമ്മിലുള്ള മത്സരമൊക്കെ ഉണ്ട്. നിങ്ങൾ അറിയണം, ഈ വാർത്ത 30-ാം തീയതിയോ 31-ാം തീയതിയോ ഇതേപോലെ യൂട്യൂബിൽ വന്ന് കിടക്കുന്നതായിട്ട് ഇന്നലെ ഒരാൾ അയച്ചു തന്നിരിക്കുന്നു. ആ വാർത്തയാണ് ഇന്നലെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ദിവസങ്ങൾ നോക്കി, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസ്, ഇത് പല കുപ്രചനങ്ങൾ ഉണ്ടാക്കി വിടുന്ന ഒരു ടീം നേരത്തെ ഇറക്കിയതായിട്ട് തെളിവ് സഹിതം യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങളുടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനകത്ത് മാറി നിൽക്കുകയോ വിട്ടു നിൽക്കുകയോ ഇങ്ങനൊരു വിഷയമേ ഇല്ല. ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി ഇരിക്കാൻ കാര്യം, ഞാൻ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്കിടയിൽ പരാതിയില്ല. ഈ ഇലക്ഷനോട് അടുപ്പിച്ചല്ല ഞങ്ങൾ ബന്ധം. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾക്ക്, വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വാർത്താ മാധ്യമ സഹോദരങ്ങൾക്ക് ഇനി പറയാനുള്ളത്, ഇത്തരം വില കുറഞ്ഞ വാർത്തകൾ നമ്മൾ എടുക്കാൻ പോലും പാടില്ല. മുളയിലെ നുള്ളിക്കളയും. കാരണം ഇനി ഇത് ധാരാളം ഇത്തരം വാർത്തകൾ വരാൻ പോവുകയാണ്. നമുക്ക് നല്ല നല്ല വാർത്തകളുണ്ട്. കൊല്ലത്തിന്റെ വികസനത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി പറയാം. കാരണം ഞാനൊരു MLAയോ MPയോ അല്ലെങ്കിൽ പാർട്ടിയിലോ ഒരു സ്ഥാനം വഹിക്കുന്ന ആളല്ല. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും ശക്തരാണ്. നമുക്ക് പലർക്കും പലതും ചെയ്യാൻ പറ്റും. ഇന്ന് കേരളത്തിലെ ഭരണത്തെപ്പറ്റി പറയേണ്ട പൊളിറ്റിക്കൽ പാരാലിസിസ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് തളർന്നു കിടക്കുകയാണ്. ഈ തളർന്നു കിടക്കുന്ന സർക്കാരിന്റെ പ്രവൃത്തിയെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ BJPക്കാർ എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമെങ്കിലും അവരും ഒരു മരവിപ്പിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക. ആകെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJPയാണ്. BJPയിൽ ഓരോ വ്യക്തികളും വിചാരിച്ചിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചലനമുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, കൊല്ലത്ത് ബൈപ്പാസിന്റെ 2ാം ഘട്ട വർക്ക് വരെ നടക്കുന്നു. 2014 വരെ 40 വർഷം അടഞ്ഞു കിടന്ന ബൈപ്പാസിന്റെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതിന്റെ 2ാം ഘട്ടവും സ്റ്റാർട്ട് ചെയ്തു. ആരാണ് ഇതിന് ഉത്തരവാദി? നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതാരാണ്? ജില്ലയിൽ നിന്നാണ്
സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിൽ എത്തിക്കുകയാണ്. ഇതിന്റെ കാരണക്കാരനാണ് ഇവിടെ ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റ്. അടുത്തത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെ ഇവിടുത്തെ എം പിക്ക് ഇത് ചെയ്യാൻ കഴിയും? ശ്രമിച്ചാൽ. പക്ഷേ ആരുടെ ശ്രമമില്ലാതെ BJPയുടെ മാത്രം ശ്രമം കൊണ്ടാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കൊല്ലത്തിന്റെ വികസനത്തെ പറ്റി നമുക്ക് എന്തും സംസാരിക്കാം. എത്ര നല്ല വാർത്തയാണ്. അടുത്ത തലമുറയ്ക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പ്രധാന റോൾ വഹിക്കുന്ന 4ാം തൂണായ പത്രമാധ്യമ സുഹൃത്തുക്കളടുത്ത് ഒരിക്കൽ കൂടി വിനീതമായി പറയുന്നു, നിങ്ങൾ ഈ കേട്ട വാർത്തകൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. ഇനി നമുക്ക് നല്ല വാർത്തകളുമായിട്ട് മുന്നോട്ട് പോകാം. കൊല്ലത്ത് ജയിച്ചു കയറുന്നുള്ളൊരു സാധ്യത BJPയിലോട്ട് എത്തിയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് നിന്ന് കുതിച്ചിരുന്നു. കാരണം ജനങ്ങൾ ഇരു മുന്നണികളെയും വേണ്ടെന്ന് വെച്ച് നരേന്ദ്രമോദി നയിക്കുന്ന വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നു. അതിന് നിങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണവും ഈ ഒരു അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.